ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ചുമത്തിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ മാത്രമല്ല അതിന്റെ ദീർഘകാല സാമ്പത്തിക തന്ത്രങ്ങളെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. US-ഇന്ത്യ ഉഭയകക്ഷി വ്യാപാരത്തിൽ ഇത് വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിൽ 25% തീരുവ നിലവിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ട്രംപ് ഭരണകൂടം അധികമായി 25% കൂട്ടി ചുമത്തിയത്. ഇത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US വിപണിയിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയുടെ ഈ നീക്കത്തെ പലരും ആശങ്കയോടെ കാണുമ്പോൾ പാകിസ്ഥാൻ നയതന്ത്ര വിദഗ്ധനായ മുക്തേദർ ഖാൻ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യക്ക് ഈ താരിഫുകളെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ഇത് സ്വന്തം സാമ്പത്തിക വ്യവസ്ഥയെ പുനർക്രമീകരിക്കാനുള്ള ഒരു അവസരമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വിദേശ നയതന്ത്രജ്ഞർ ഇത്തരമൊരു നിരീക്ഷണം നടത്തുന്നത് അസാധാരണമാണ്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയിലുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ലോകത്തിൽ സ്വന്തം ആഭ്യന്തര കമ്പോളത്തിന്റെ കരുത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുന്ന 3 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് മുക്തേദർ ഖാൻ അഭിപ്രായപ്പെടുന്നു. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ആ പട്ടികയിൽ ഇന്ത്യയാണുള്ളത്. ഇന്ത്യയിലെ 90% ജനങ്ങൾ ദരിദ്രരാണെങ്കിലും സമ്പന്നരായ 10% ആളുകൾ ഏകദേശം 150 ദശലക്ഷം വരും. ഈ ജനസംഖ്യയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന പ്രൗരശക്തി. ഈ സംഖ്യ ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയേക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിദേശ വിപണിയിലെ തടസ്സങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചയെ വലിയ തോതിൽ ബാധിക്കില്ലെന്ന് അദ്ദേഹം വാദിക്കുന്നു. എന്നാൽ എല്ലാ സാമ്പത്തിക വിദഗ്ധരും മുക്തേദർ ഖാന്റെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. ഉയർന്ന താരിഫുകൾ ഇന്ത്യയുടെ മൊത്തം ഉൽപ്പന്നത്തെയും കയറ്റുമതിയെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും ഇത് വളർച്ചാ നിരക്ക് കുറയ്ക്കാൻ ഇടയാക്കുമെന്നും മൂഡീസ് പോലുള്ള റേറ്റിംഗ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, ചെമ്മീൻ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലയിൽ അത് വലിയ ആഘാതമുണ്ടാക്കിയേക്കാം. എന്നാൽ അതേസമയം ഫാർമാസ്യൂട്ടിക്കൽ, ഇലക്ട്രോണിക്സ്, ഊർജ്ജ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾക്ക് താരിഫിൽ ഇളവുകൾ ലഭിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചത് ഈ നീക്കം ഏകപക്ഷീയവും ന്യായീകരിക്കാനാവാത്തതുമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ്. അതേസമയം ഈ നീക്കം ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള ചർച്ചകളെ തടസ്സപ്പെടുത്തിയില്ലെന്നും നിലവിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ മറ്റ് വിപണികളെ ആശ്രയിക്കുമെന്നും ഇന്ത്യ സൂചിപ്പിച്ചു. മിഡിൽ ഈസ്റ്റ്, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ പുതിയ വിപണികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ട്രംപിന്റെ ഈ നീക്കത്തിന് സാമ്പത്തികപരമായ കാരണങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് ചില നിരീക്ഷകർ വിലയിരുത്തുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനോടുള്ള പ്രതിഷേധമാണ് ഈ താരിഫുകൾക്ക് പിന്നിലെ പ്രധാന കാരണം. റഷ്യയുടെ വരുമാനം കുറച്ച് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായി ഇതിനെ കാണുന്നുണ്ട്. അതേസമയം വ്യാപാര കരാർ ചർച്ചകളിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഇളവുകൾ നേടാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായും ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. അമേരിക്കൻ താരിഫുകൾ ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കുമ്പോൾ ഇത് ആഭ്യന്തര ഉൽപാദന മേഖലയ്ക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കും. ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനു പകരം തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഈ ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കാനും ഇത് വ്യവസായികളെ പ്രേരിപ്പിച്ചേക്കാമെന്നും പറയപ്പെടുന്നു. കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് ഈ നീക്കം കൂടുതൽ ഊർജം പകരുമെന്നും സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. ട്രംപിന്റെ താരിഫ് ഭീഷണിയും മുക്തേദർ ഖാന്റെ വിശകലനവും ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക നയതന്ത്രത്തിന്റെ സങ്കീർണതകളെ വെളിവാക്കുന്നു. അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം മുന്നോട്ട് പോകുന്നത് ഇന്ത്യക്കൊരു വലിയ നയതന്ത്ര വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നു എന്നത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിലപാടുകളെയും സാമ്പത്തിക ഭാവിയും നിർണായകമായി സ്വാധീനിക്കും. ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിനു പിന്നാലെ ഓഹരി വിപണിയിൽ നേരിയ ഇടിവുണ്ടായെങ്കിലും പിന്നീട് അത് തിരികെ കയറി. ഇന്ത്യയുടെ സാമ്പത്തിക അടിസ്ഥാനം ശക്തമാണെന്നും ഈ താരിഫുകളെ അതിജീവിക്കാൻ രാജ്യത്തിന് കഴിവുണ്ടെന്നും നിക്ഷേപകർ വിശ്വസിക്കുന്നതിന്റെ സൂചനയാണിത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഈ വിഷയത്തിൽ ശക്തമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.5% എന്ന പ്രവചനത്തിൽ മാറ്റം വരുത്താൻ ഈ താരിഫുകൾക്ക് സാധിക്കില്ലെന്നും അവർ സൂചിപ്പിച്ചു. അമേരിക്കയുടെ പുതിയ താരിഫുകൾ ഇന്ത്യയുടെ കയറ്റുമതിക്ക് ഒരു ചെറിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ പര്യാപ്തമല്ല. ഇന്ത്യയുടെ വലിയ ആഭ്യന്തര കമ്പോളവും വികസിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഘടനയും ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ സഹായിക്കും. ഈ നീക്കത്തെ ഒരവസരമായി കണ്ട് ആഭ്യന്തര ഉൽപ്പന്നത്തെയും പുതിയ വിപണികളെയും ശക്തിപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചാൽ ഈ പ്രതിസന്ധി ദീർഘകാലത്തേക്ക് ഒരു പുതിയ സാധ്യതയായി മാറാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം ഇന്ത്യയും ലോകത്തെയും ഒരുപോലെ അമ്പരപ്പിക്കുമ്പോൾ ഇതൊരു സാമ്പത്തിക നീക്കം എന്നതിലുപരി ഒരു നയതന്ത്രപരമായ നീക്കം കൂടിയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. റഷ്യയുമായി എണ്ണ വ്യാപാരം തുടരുന്ന ഇന്ത്യയുടെ നിലപാടാണ്
ട്രംപിനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് അമേരിക്കൻ ഭരണകൂടം സൂചിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ ചൈനയെ പോലുള്ള മറ്റ് രാജ്യങ്ങൾക്കെതിരെ സമാനമായ നടപടികൾ ട്രംപ് സ്വീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത് ഇന്ത്യയെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നു. ഈ നയതന്ത്രപരമായ സമ്മർദ്ദം റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാകുമോ എന്ന നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. അതേസമയം ഈ താരിഫ് പ്രഖ്യാപനം ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നൽകുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾക്ക് ഇത് പുതിയ ഊർജ്ജം നൽകും. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇനി ആഭ്യന്തര വിപണിയിൽ വിൽക്കുകയോ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയോ ചെയ്യാം. ഇത് ആഭ്യന്തര ഉൽപ്പന്നത്തെ പ്രോത്സാഹിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ നീക്കം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് അന്താരാഷ്ട്ര വിപണികളിൽ കൂടുതൽ ശ്രദ്ധ നേടാനും സഹായിച്ചേക്കാം. ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്നത് എന്നത് ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. പുടിനുമായി മോദിയുടെ ഫോൺ സംഭാഷണം നടന്നതിനു പിന്നാലെ ട്രംപിന്റെ കൂടിക്കാഴ്ച പ്രഖ്യാപനം വന്നത് അന്താരാഷ്ട്ര നിരീക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഒരു വശത്ത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം ഊട്ടിയുറപ്പിക്കുമ്പോൾ തന്നെ മറുവശത്ത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റഷ്യൻ നേതാവുമായി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു. ഈ കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നതിനെ കുറിച്ച് ഔദ്യോഗികമായ സൂചനകളില്ലെങ്കിലും യുക്രൈൻ വിഷയത്തിൽ ട്രംപിന്റെ പുതിയ നിലപാടുകൾക്ക് ഇത് വഴി തുറക്കുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം. ട്രംപിന്റെ നീക്കത്തെ നേരിടാൻ ഇന്ത്യ മറ്റ് ലോകരാജ്യങ്ങളുമായി സഹകരിച്ച് ഒരു പുതിയ സാമ്പത്തിക മുന്നണിക്ക് രൂപം നൽകുമോ എന്നതും ഈ വെല്ലുവിളികളോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും.